അമ്മ എന്തിനാണ് എന്നെ വിട്ടുപോയേ? അവൾ അമ്മയുടെ ചിത്രത്തെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെയും ഒരുപാട് സമയം കടന്നുപോയി. കല്യാണ വണ്ടി വന്ന് കല്യാണത്തിനായി എല്ലാവരും പുറപ്പെട്ടു. കല്യാണത്തിന് പോകുമ്പോൾ പോലും ആരും അവളെ ശ്രദ്ധിച്ചില്ല, അവളെ കൂട്ടിയില്ല. എന്തുകൊണ്ടോ? അവർക്കെല്ലാം താനൊരു ഭാരമായി മാറുകയാണോ എന്ന് അവൾക്ക് തോന്നി. അവർ പുറപ്പെട്ട് 1-2 മണിക്കൂറിന് ശേഷം അവർ തിരിച്ചെത്തി. അവൾ വണ്ടി സൗണ്ട് കേട്ട് അവർ എത്തിയെന്ന് മനസ്സിലാക്കിയതും റൂമിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവളുടെ കണ്ണിനെ കൂടുതൽ ഇറനണിയിച്ചു. വെള്ളമുണ്ടും വെള്ള ഷർട്ടും കഴുത്തിൽ തുളസിമാലയും അണിഞ്ഞ് തൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു ചുവന്ന പട്ടുസാരിയിൽ അധികം സ്വർണ്ണാഭരണങ്ങളൊന്നുമില്ലാതെ അച്ഛൻ കെട്ടിയ താലിയും തുളസിമാലയുമായി ഒരു സ്ത്രീ വന്നിരിക്കുന്നു. അതെ, തൻ്റെ രണ്ടാനമ്മ. അവരെ കാണുന്തോറും പലരും പറഞ്ഞറിഞ്ഞ രണ്ടാനമ്മയുടെ ക്രൂരതകൾ എല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവരെ കാണുന്തോറും ഇനി തൻ്റെ ജീവിതം എന്താകുമെന്നറിയാതെ ആ കുഞ്ഞു മനസ്സ് പിടഞ്ഞു. അവൾ ജനലിലൂടെ നോക്കുന്നത് കല്യാണ പെണ്ണ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം അവർ രണ്ടാളുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. ആ കണ്ണുകൾ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് നീ എനിക്ക് ആരാണ് എന്ന ചോദ്യമായിരുന്നു. അവർ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് എന്തോ പറയുന്നുണ്ടായിരുന്നു. അതവൾ ശ്രദ്ധിച്ചു. അവർ എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവൾക്ക് തോന്നി. അച്ഛൻ അവൾ നോക്കി നിൽക്കുന്ന അടുത്തേക്ക് നോക്കി. മോളെ, അനു എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. അച്ഛൻ വിളിച്ചത് കേട്ട് പോവാൻ താല്പര്യമില്ലെങ്കിലും അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. മോളെ, ഇതാണ് മോളുടെ അമ്മ. ഇനി മുതൽ ശാലിനി എന്ന പേര് എന്നു പറഞ്ഞ് അവരെ അവൾക്കൊരു ആൻറ്റി പരിചയപ്പെടുത്തി കൊടുത്തു. അവളത് കേട്ട് അവളുടെ അച്ഛനെ ഒന്ന് നോക്കി. അവളുടെ അച്ഛൻ അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തോ അച്ഛനത് കഴിഞ്ഞില്ല. അവൾ തൻ്റെ രണ്ടാനമ്മയെ ഒന്ന് നോക്കി. അവർ അവളെ നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ ഒരു നോട്ടം കിട്ടാനായി. അത് കണ്ടതും അവൾ മുഖം തിരിച്ച് അകത്തേക്ക് ഓടിപ്പോയി. പുറകിൽ നിന്നും ആരൊക്കെയോ അവളെ വിളിക്കുന്നുണ്ടായിരുന്നു, അവളുടെ അച്ഛനും മറ്റും. പക്ഷേ അവൾ ആ വിളികളൊന്നും കേട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവൾ അവളുടെ റൂമിൽ ചെന്ന് കിടന്ന് കരഞ്ഞു. യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ആ കുഞ്ഞു മനസ്സിനായില്ല. എപ്പോഴോ അവൾ കിടന്നുറങ്ങിപ്പോയി. കുറച്ചു നേരത്തിന് ശേഷം ആ മയക്കം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റു. അവൾക്കെന്തോ ആ റൂമിന് പുറത്തേക്ക് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവൾക്ക് വിശക്കാൻ തുടങ്ങിയിരുന്നു. അവൾ റൂമിൻ്റെ വാച്ചിലേക്ക് നോക്കി. സമയം 5 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൾക്കെന്തോ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ അമ്മയുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു എന്നവൾ ഓർത്തു. കൃത്യനേരത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ അമ്മ ചീത്ത പറയും. അതൊക്കെ അവൾക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ മെല്ലെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. മോൾ എഴുന്നേറ്റോ? മോൾ ഉറങ്ങുന്നത് കൊണ്ടാണ് വിളിക്കാതിരുന്നത് ആൻറ്റി, അവളുടെ അമ്മായി അവളെ കണ്ടതും പറഞ്ഞു. അവൾ ചുറ്റും ഒന്ന് നോക്കി. എല്ലാവരും പോയിരിക്കുന്നു. അമ്മായും ഫാമിലി മാത്രമേ ഉള്ളൂ. മോളെ, എന്ത് നോക്കി നിൽക്കുക? വന്ന് കഴിക്കി. ഇതാ സദ്യ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ എവിടെ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അച്ഛൻ മുറിയിലുണ്ട്, മോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവർ അവളെ ചെയറിൽ ഇരുത്തി ഫുഡ് വിളമ്പി കൊടുത്തു. കഴിക്കും മോളെ, കല്യാണ സദ്യ, അമ്മായി സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷേ അവൾക്കത്ര സന്തോഷമില്ലായിരുന്നു. അവൾക്കത് കഴിക്കാൻ പറ്റിയില്ല. അവളെ എഴുന്നേറ്റ് പോകാൻ നിന്നു. മോളിതെവിടെ പോവാ? കഴിക്കി, അമ്മായി നിർബന്ധിച്ചു. അവളത് കഴിച്ചു എങ്ങനെയൊക്കെയോ. മോളെ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പോവും, ആൻറ്റി പറഞ്ഞു. അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നത് അമ്മായി അവളുടെ കയ്യിൽ പിടിച്ചു. മോളിത് എങ്ങോട്ടാ പോകുന്നേ? അവർ ചോദിച്ചു. അച്ഛൻ്റെ അടുത്തേക്ക്. അത് കേട്ടതും അവർ ഒരു നിമിഷം മൗനമായി. എന്നിട്ട് അവളെ നോക്കി. മോളെ, ഇന്നിപ്പോൾ മോളുടെ അമ്മ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവരൊരുമിച്ചിരിക്കട്ടെ. മോള് അച്ഛൻ്റെ അടുത്തേക്ക് പോവണ്ട, അവർ സൗമ്യമായി അവളോട് പറഞ്ഞു. അവൾക്കത് കേട്ടപ്പോൾ എന്തോ വല്ലാത്ത സങ്കടം തോന്നി. തനിക്ക് തൻ്റെ അച്ഛനെ നഷ്ടമായി എന്ന് അവളുടെ മനസ്സിൽ ഉറപ്പിച്ചു. അവൾ തിരിഞ്ഞ് അവരോടൊന്നും മിണ്ടാതെ തല താഴ്ത്തി മെല്ലെ റൂമിലേക്ക് പോയി. അവളുടെ ആ പോക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞ അമ്മായിക്കും സങ്കടമായി. അവർ ചുമരിലുള്ള അവളുടെ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കി. എന്നിട്ടൊരു നെടുവീർപ്പിട്ട് ഉള്ളിലേക്ക് കടന്നുപോയി. അവളുടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഈ അവസ്ഥ വരുമായിരുന്നു? ഒരിക്കലും ഇല്ലല്ലോ. അവൾക്ക് സ്വന്തം വീട്ടിലും എല്ലാവരും ഉള്ളപ്പോഴും ആരുമില്ലാത്ത പോലെ അനുഭവപ്പെടാൻ അമ്മ വിടുമായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്?
സ്വന്തം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അവരുടെ വില മനസ്സിലാവില്ല. എന്നാൽ അവർ നമുക്ക് ആരായിരുന്നു എന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ അവർ നഷ്ടപ്പെടണം. അപ്പോഴാണ് നമ്മളിൽ അവർ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലാവുക. നമ്മുടെ ശരിക്കുള്ള ചങ്കാരാണെന്ന് മനസ്സിലാവുക. ആ സമയങ്ങളിൽ ഒന്ന് കൊതിച്ചു പോകും, തൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ, അവരുടെ സംസാരം കേൾക്കാൻ, ശകാരം കേൾക്കാൻ. അതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെയാണ് അനാമിക കടന്നു പോകുന്നത്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവളുടെ രണ്ടാനമ്മ എങ്ങനെയായിരിക്കും പരിഗണിക്കുക? സ്വന്തമായി കരുതുമോ അതോ ഭാരമായി കണക്കാക്കുമോ? നമുക്ക് വൈകാതെ കാണാട്ടോ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.